തിരികെ വരാത്ത ഗോൾഡ് മെഡൽ ജേതാവ്. റിപ്പബ്ലിക് ദിനസ്മരണ. 1941 ജനിച്ച എൻ്റെ പിതാവിനായുള്ള സ്മൃതി കടത്തിയെടുത്തതായിരിക്കുന്നു. മുതിർന്നവരുടെ പ്രസാധനങ്ങളിൽ നിന്നുള്ള ഉറപ്പുകളിൽ നിന്ന് പുനർനിർമ്മിക്കപ്പെട്ടതാണ്. ഉത്തര മലബാറിൽ അവരുടെ പാരമ്പര്യ വീട്ടിൽ സന്ദർശിക്കാൻ അമ്മാവനെത്തിയപ്പോൾ അദ്ദേഹം കുഞ്ഞായിരുന്നു. അമ്മാവൻ സൈനിക യൂണിഫോമിലുള്ള അതിഭംഗിയായൊരു വ്യക്തിയായിരുന്നു. അടുത്തിടെ എളിയ ഇന്ത്യൻ മെഡിക്കൽ സർവീസിലേക്ക് നിയമനമേറ്റ് യുവ ഡോക്ടർ. രണ്ടാമത് ലോകമഹായുദ്ധത്തിന്റെ മുന്നണിക്കായി പുറപ്പെടുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരനായ ഓഫീസർ എൻ്റെ പിതാവിനെ തൻ്റെ മടിയിലിരുത്തി കളിപ്രസന്നമായൊരു വാഗ്ദാനം ചെയ്തു. അടുത്ത തവണ വരുമ്പോൾ ഞാൻ വെളുത്ത കുതിരയിൽ നിന്നാണ് നിന്നെ എടുക്കാൻ വരിക. വെളുത്ത കുതിര ഒരിക്കലും എത്തിയില്ല. പകരമായി ഒരു ടെലിഗ്രാം വന്നു. അധികാരിയായിരുന്നത് ക്യാപ്റ്റൻ എ രാഘവനായിരുന്നു. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യയുടെ സങ്കീർണമായ യാത്രയുടെ പ്രതീകമായ സാക്ഷാൽ വാദിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും മരണവും. മറ്റൊരു റിപ്പബ്ലിക് ദിനം ആചരിക്കുമ്പോൾ സ്വാതന്ത്ര്യവും സമത്വവും എന്ന മൂല്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയാകുമ്പോഴും എൻ്റെ കുടുംബ പോലുള്ളവരുടെയിൽ തന്നെ ആ മൂല്യങ്ങൾ പ്രായോഗികത്തിൽ ഉണ്ടായിരുന്നുവെന്ന സ്മരണയായി അദ്ദേഹത്തിൻ്റെ കഥ നിലനിൽക്കുന്നു. ക്യാപ്റ്റൻ രാഘവനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ വന്ന മാൽഭൂമിയെക്കുറിച്ച് നോക്കേണ്ടതാണ്. അദ്ദേഹം വടക്കൻ മലബാറിലെ തീയ സമൂഹത്തിൽ ജനിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആയുർവേദ വിദഗ്ധവീരന്മാരും പ്രതിരോധകലയിലെ സംഭാവനകളും ഉണ്ടായിരുന്നെങ്കിലും ആ കാലഘട്ടത്തിലെ ജാതി കർശനതകൾ ശ്വാസമുട്ടിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. എന്നാൽ രാഘവന്റെ അച്ഛൻ, എൻ്റെ പരമപിതാമഹൻ AK പോക്കാൻ, പരിധികളെ അംഗീകരിക്കാൻ തയ്യാറായ ഒരു മനുഷ്യനായിരുന്നില്ല. ഒരു ദൂരദർശിയായ സാമൂഹിക പരിഷ്കർത്താവായ പോക്കാൻ പ്രതിരോധം എപ്പോഴെങ്കിലും വാചകങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ മാകാര്യം കൊണ്ടുമാകാമെന്ന് വിശ്വസിച്ച അദ്ദേഹം വർഗമടിസ്ഥാനമാക്കി വെള്ളത്തിലേക്കുള്ള ആക്സസ് നിയന്ത്രിക്കുന്ന സാമൂഹിക ചട്ടങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പോക്കൻ തൻ്റെ ഭൂമിയിൽ 2 വലിയ കെട്ടിടങ്ങൾ തയ്യാറാക്കി. ലാറ്ററൈറ്റുകളുള്ള ചടങ്ങുള്ള കിണറുകൾ. നാട്ടിൽ നിയതമായ പേര് കുളമെന്നാണ്. ഇവ സസ്യങ്ങൾ പോലെ മണ്ണിൽ തുമ്പിയിട്ടിരിക്കുന്ന സകലങ്ങളല്ല, മലബാർ എഞ്ചിനീയറിംഗിലെ ജാമിതീയ അത്ഭുതങ്ങളായിരുന്നു. ജാമിതീയ അസാധാരണതകൾ. മൾട്ടി ലെയർ പടികൾ വെള്ളത്തിലേക്കിറങ്ങുന്ന രൂപങ്ങളായിരുന്നു. ഒരു കുളം കുടുംബത്തിനായി, മറ്റൊന്ന് പൊതുവിനായി നിർമ്മിച്ചു. അതും സമാനമായി ഭാവനാശാലിയായ ഘടന. അത് മൗനമെങ്കിലും ശക്തമായ പ്രസ്താവനയായി. വെള്ളവും ഗൗരവവും എല്ലാവർക്കും സ്വന്തമാണ്. ശാന്തമായ വിപ്ലവത്തിന്റെ അന്തരീക്ഷത്തിൽ വളർന്ന രാഘവൻ സമീപകാലത്ത് മദ്രാസ്, ഇപ്പോഴത്തെ ചെന്നൈ, ലക്ഷ്യമാക്കുകയായിരുന്നു. 1938 നഗരത്തിൽ പുതിയൊരു മെഡിക്കൽ സ്ഥാപനമായ സ്റ്റാൻലി മെഡിക്കൽ കോളേജ് രൂപം കൊള്ളുകയായിരുന്നു. രാഘവൻ കോളേജിന്റെ ആദ്യ MBBS ബാച്ചിൽ ചേരുകയായിരുന്നു. അദ്ദേഹം യാതൊരു തടസ്സവും ഏറ്റില്ല, മറിച്ച് കീഴടക്കി. 1939 ആ ആദ്യ ബാച്ചിൽ നിന്ന് മികച്ച വിജയിയായി ബിരുദം നേടി. സ്റ്റാൻലി മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ ആദ്യ മെഡിസിനിൽ ഗോൾഡ് മെഡൽ ജേതാവായിരുന്നു. സ്വർണ്ണ മെഡൽ കൈവശം വെച്ചപ്പോഴും ലോകമാകെ ഒരു യുദ്ധം പൊങ്ങിക്കളിക്കുന്ന സമയത്ത് രാഘവൻ കടമയുടെ വിളിക്ക് പ്രതികരിച്ചു. ഇന്ത്യൻ മെഡിക്കൽ സർവീസിൽ ചേർന്നു. അദ്ദേഹം 40-ാം ഇന്ത്യൻ ജനറൽ ആശുപത്രിക്ക് നിയോഗിക്കപ്പെട്ടു. അത് സിംഗപ്പൂരിലേക്ക് സ്ഥിതി ചെയ്തിരുന്നതായിരുന്നു. പൂർവ്വത്തിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിയുറച്ച കോട്ട. 1942 തുടക്കത്തിനുള്ളിൽ ജപ്പാനീസ് സാമ്രാജ്യ പൗജ് മലായൻ ഉപദ്വീപിലൂടെ മുന്നേറുമ്പോൾ ആശുപത്രി പരിക്കേറ്റവരാൽ നിറഞ്ഞു. അവസാനം ഭീതി തോന്നിപ്പിക്കുന്ന വേഗത്തിലെത്തി. എൻ്റെ പിതാമഹന്റെ അവസാന സന്ദേശം അവൻ്റെ മകൻ്റെ കത്തിലെവിടെയാണ് കിട്ടിയത്? സിംഗപ്പൂരിൻ്റെ ഡോക്കുകളിലുണ്ടായ ഓർമ്മക്കേടായ ദൃശ്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ക്യാപ്റ്റൻ രാഘവൻ റിപ്പോർട്ട് ചെയ്തത് അവൻ സഞ്ചരിച്ച കപ്പൽ, അതായത് സാധാരണയായി പരിക്കേറ്റവരെ ഒഴിപ്പിക്കുന്നതിനായി ജപ്പാനീസ് വിമാനസേന ആക്രമിച്ചുവെന്നാണ്. കപ്പലിൻ്റെ എക്സോസ് ഫണലിലൂടെ സ്ഫോടനമുണ്ടായി. അയച്ച സന്ദേശം ഭീഷണിപ്പെടുത്തുന്ന നോട്ടീസോടെയാണ് അവസാനിച്ചത്. അവനെ യുദ്ധകാർമ്മിക വീരനായുള്ള തടവുകാരന്മാരെന്ന നിലയിൽ കൊണ്ടുപോകുന്നതായി. കോമൺവെൽത്ത് വാർഗ്രേവ്സ് കമ്മീഷന്റെ റെക്കോർഡുകളിൽ സംരക്ഷിക്കപ്പെട്ട ഔദ്യോഗിക രേഖകൾ അദ്ദേഹത്തിന്റെ മരണതീയതിയായി 1942 ഫെബ്രുവരി 15 നിശ്ചയിച്ചു. ഇത് ചരിത്രത്തിലൊരു ദിനമായി ഒച്ചപ്പെടുത്തുന്നു. സിംഗപ്പൂരിന്റെ വീഴ്ചയായി ജനറൽ ആർത്തർ പേഴ്സിവോൾ ജപ്പാനീസ് ശക്തികളോട് സമർപ്പിച്ച ദിവസം. ഇത് ബ്രിട്ടീഷ് മിലിറ്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിടവാങ്ങലായിരുന്നു. കത്തുന്ന റബ്ബർ തോട്ടങ്ങളുടെ പുകയ്ക്കിടയിലും പിടിയിലായ 80,000 സൈനികരുടെ നിരാശയ്ക്കിടയിലും നോർത്ത് മലബാറിലെ പ്രശസ്ത ഡോക്ടർ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 84 വർഷങ്ങൾക്കപ്പുറം ക്യാപ്റ്റൻ രാഘവൻ കലാസമൂഹത്തെ പോലെ നമ്മുടെ വീട്ടിൽ നിലനിന്നു. അദ്ദേഹത്തിൻ്റെ ബിരുദദിനത്തിലെടുത്ത ചിത്രം നമുക്കുണ്ട്. അവിടെ ഒരു വെള്ള ഡ്രസ്സിലിരിക്കുകയാണ്. ഒരിക്കലും കണ്ടെത്താനാകാത്ത ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ നോക്കുന്നു. നമുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ മെഡലുകൾ,
1939-45 സ്റ്റാറും വാർ മെഡലും സന്താനത്തിനു പകരം ദുഃഖിതനായ പിതാവിന് അയച്ചതായത്. നമുക്കുണ്ട് രാജാവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച സ്മാരക സ്ക്രോൾ. അത് അദ്ദേഹത്തെ കഠിനത കൈകാര്യം ചെയ്തു, അപകടങ്ങളെ നേരിട്ടു, കടമയുടെ പാത വഴി മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിന്ന് പുറപ്പെട്ടു എന്നതിനുള്ള ബഹുമതിയായി നൽകിയത്. എന്നാൽ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു സാമ്രാജ്യത്വ യുദ്ധത്തിൻ്റെ ഇരയായി മാത്രമല്ല, ഒരു പുതിയ ഇന്ത്യയുടെ മുൻഗാമിയായുമാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത്. മലബാറിൻ്റെ പടിക്കെട്ടുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരാൺകുട്ടിയായിരുന്നു അദ്ദേഹം. മദ്രാസിലെ ക്ലാസ് റൂമുകളിൽ ഒന്നാമതെത്തി. വിവേചനത്തിനെതിരായ ഏറ്റവും നല്ല പ്രതികരണമാണ് മികവെന്ന് വിശ്വസിച്ചൊരു തലമുറയെ അദ്ദേഹം പ്രതിനിധാനം ചെയ്തു. വെളുത്ത കുതിര ഒരിക്കലും എത്തിയില്ല. പക്ഷേ എപ്പോഴും ഞാൻ നമ്മുടെ പാരമ്പര്യ വീട്ടിലെ മണ്ണിനടയ്ക്കുള്ള കിണറുകളുടെ തകർന്ന മഹത്വത്തെയോ അല്ലെങ്കിൽ ഗോൾഡ് മെഡലിസ്റ്റ് താരത്തിൻ്റെ പ്രഭമെഴുകുന്ന വെളിച്ചത്തെയോ നോക്കുമ്പോൾ ക്യാപ്റ്റൻ രാഘവൻ വ്യത്യസ്ത രീതിയിൽ മടങ്ങി വന്നതായി എനിക്ക് മനസ്സിലാകും. അദ്ദേഹം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും പാലിക്കുന്ന കടമയും മികവും എന്ന മാതൃകയായി മടങ്ങിവന്നു.